പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടുന്നത് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തിക്കാൻ ദൈവത്തിന്റെ ഭാഗമായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 1-2 വാക്യങ്ങൾ. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകാത്ത വണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് യെശയ്യാപ്രവാചകന്റെ ഒരു ശക്തമായ പ്രാർത്ഥനയാണ് വായിച്ച വചനം എന്ന് പറയുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 1-12 വരെയുള്ള വാക്കുകൾ ശക്തമായി പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പ്രവാചകന്റെ ഹൃദയത്തിലെ ഭാരം. പ്രൈസ് ലോർഡ്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സകല ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ആമി ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ട് രക്തസാക്ഷിത്വം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വിരോധമായി സാത്താന്യ ശക്തികൾ എഴുന്നേറ്റ് ഒന്നടങ്കം അല്ലെങ്കിൽ അട്ടഹസിക്കുന്ന, അല്ലെങ്കിൽ പിശാച് അട്ടഹസിക്കുക എന്ന് വേണം പറയാൻ, അട്ടഹസിക്കുന്ന രീതിയിൽ ജാതീയ ശക്തികൾ ക്രൈസ്തവ സമൂഹത്തെ ഭൂമിയിൽ നിന്ന് നിർമൂലമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിൽ നാം പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്ത്യയുടെ വടക്കേന്ത്യ സംസ്ഥാനങ്ങൾക്കകത്ത് സിറിയ പോലുള്ള അനവധി രാജ്യങ്ങൾക്കകത്ത് അനവധി ക്രൈസ്തവ മിഷണറിമാരെ, കന്യാസ്ത്രീകളെ, ദൈവത്തിന്റെ ദാസിദാസന്മാരെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ യാതൊരു ദയം കൂടാതെ മൃഗീയമായി കൊന്നൊടുക്കുന്ന, തല്ലിക്കൊല്ലുന്ന, വെടിവെച്ചുകൊല്ലുന്ന, ക്രൂരമായി വധിക്കുന്ന, ക്രൈസ്തവ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ബലാത്കാരത്തിന് ഇരയാക്കി കുഴിച്ചുകൂടുന്ന അനവധി ദുരൂഹമായ, അനവധി നികൃഷ്ടമായ പ്രവൃത്തികൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നാം പത്രമാധ്യമത്തിൽ കണ്ടു, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കണ്ടത്. ധർമ്മസ്ഥലത്ത്, ഹല്ലേലൂയ, ഇന്ത്യയിൽ ഒരു സ്ഥലമാണല്ലോ, ആയിരക്കണക്കിന് പെൺകുട്ടികളെ നിലയെ കൊന്നൊടുക്കി കുഴിച്ചുമൂടി അവരുടെ തലകുട്ടികൾ കണ്ടുപിടിച്ച നീചവും ക്രൂരമായ പ്രവർത്തികൾ ഇവിടെ രാജ്യത്തിനകത്ത് ഇന്നും അരങ്ങേറുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, യെശയ്യാപ്രവാചകൻ ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ, തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഒഴുകിപ്പോകാത്തവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുടെ അനുഭവം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. വ്യക്തം ചെയ്യാം. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ അക്രമം പെരുകും. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ സാത്താൻ എഴുന്നേൽക്കും. പിശാചിന് പ്രവർത്തിക്കുവാൻ നാം അവസരം വിട്ടുകൊടുക്കാതെ ദൈവസഭ, ദൈവമക്കൾ, ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനയ്ക്ക് ഉണരണം. ഈശ്വരോ, നാം ജീവനുള്ള ദൈവത്തോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ സത്യത്തിൽ നിറഞ്ഞു നിന്ന് വിശുദ്ധിയുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, അവരെ പ്രതിസന്ധികളിൽ നിന്ന് വിടിവിക്കുകയും ചെയ്യും. രക്തം ചെയ്യാം. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്തോത്രം പറഞ്ഞാണ്. ഇവിടെ പ്രവാചകൻ ഇവിടെ നിലവിളിക്കുന്നത് എന്താണ്? യഹോവയുടെ ശക്തി വെളിപ്പെടണം. പ്രൈസലോ. അതാണ് യഹോവയുടെ ശക്തി വെളിപ്പെടുന്നത്. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ. അപ്പൊ ജാതികൾ വിറയ്ക്കത്തക്കവണ്ണം ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തക്ക വിധത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ, ഹല്ലേലൂയ, മലകൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താണ്? ഹല്ലേലൂയ. തീയിൽ ചുള്ളി കത്തുന്ന പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന പോലെ മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം. ഹല്ലേലൂയ. അപ്പം വലിയ ആഗ്രഹമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അല്ലെ സ്തോത്രം. പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഹല്ലേലൂയ, പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, അതിന്റെ നടുവിൽ ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ അധ്യായം മുഴുവൻ പ്രാർത്ഥനയുടെ അനുഭവത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നുള്ള ഇസ്രായേലിന് വേണ്ടിയുള്ള പ്രവാചകന്റെ, ഹല്ലേലൂയ, പ്രാർത്ഥനയാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
ഇസ്രായേൽ ജനം കഴിഞ്ഞ 430 വർഷം മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേലിനത്തെ ദൈവം തന്റെ സ്നേഹം കൊണ്ട് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ തോന്നിയപ്പോഴാണ് ദൈവം മോശയും അഹരോനെയും മിസ്രൈമിലേക്ക് അയക്കുന്നത്. അങ്ങനെ മിസ്രൈമിലേക്ക് അയച്ച മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേലിനത്തെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം അവരെ നിലനിർത്തിയ ദൈവം ഇപ്പോൾ ബാബേലിൽ സ്തോത്രം പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കുകയില്ലയോ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണ്, മിസ്രൈമിൽ അടിമകളായിരുന്ന ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ബാബേൽ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കുകയില്ലയോ എന്നുള്ള അതിയായ ആഗ്രഹമാണ് ഈ പ്രവാചകന്റെ ഉള്ളിൽ നിൽക്കുന്നത്. അവൻ കേഴുകയാണ് ദൈവത്തോട് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രകൃത്യാതീതമായി പ്രവർത്തനങ്ങളാൽ ദൈവം തന്റെ ജനത്തെ വിടുവിച്ചതുപോലെ ഇപ്പോഴും വിടുവിക്കുവാനും പ്രവാചകൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമുക്കറിയണം. അത് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ഇസ്രായേൽ മിസ്രൈമിൽ കിടന്നപ്പോൾ, ഇസ്രായേൽ പ്രവാസത്തിൽ ബാബേലിൽ കിടന്നപ്പോൾ അവരെ വിടുവിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ദൈവസന്നിധി ഇന്ന് പകൽ നീ കേഴുകയാണെങ്കിൽ, നിലവിളിക്കുകയാണെങ്കിൽ, പ്രവാചകനെ പോലെ പ്രാർത്ഥനയ്ക്ക് വരുന്നെങ്കിൽ പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ച്, പാപത്തിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ച്, ആഭിചാര മന്ത്രവാദ കൂടോത്ര ക്ഷുദ്രശക്തികളെ തകർത്തുകൊണ്ട് ദൈവത്തെയും ദൈവസഭയും ഉപദ്രവിക്കുന്ന, ദൈവനാമത്തെ ദുഷിക്കുന്ന, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ തകർക്കാൻ വരുന്ന സാത്താന്യ ശക്തികളെ തകർക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പം പൈശാചിക ശക്തികളെ തകർത്ത് പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരൻ പറയട്ടെ, നിന്റെ ഭവനത്തിനകത്ത് സഹോദരൻ സഹോദരി, നിന്റെ മാതാപിതാവ്, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യയെ രക്ഷിക്കപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിന്റെ സഹോദര വർഗ്ഗങ്ങൾ, നിന്റെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ ഒരു ഇടയിൽ വരും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതോടൊപ്പം ജോലി ചെയ്യുന്ന നിന്റെ സഹചാരികൾ, ആയിരക്കണക്കിന് ജനങ്ങൾ പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുകയാണ്, സാത്താന്റെ വചനയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇസ്രായേൽ മിസ്രൈമിൽ എന്ന് പറഞ്ഞ പോലെ ഇസ്രായേൽ പ്രവാസത്തിൽ എന്ന് പറഞ്ഞ പല ജനങ്ങളും പല ആളുകളും പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ പ്രവാചകന്റെ പ്രാർത്ഥന പോലെ ഈ കാലഘട്ടത്തിൽ ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. വല്ലേരിയ ഈ യശയ്യാപ്രവാചകന്റെ പുസ്തകം സ്തോത്രം 64 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന ഭാഷ കേൾപ്പിക്കുക. ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്തോത്രം എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളികൊണ്ടും നീ ഞങ്ങളെ ബലയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രയെന്ന് ഇവിടെ പ്രവാചകൻ പറയുക എന്ന് പറഞ്ഞാൽ സ്തോത്രം തങ്ങളെ സ്നേഹിക്കുന്ന ദൈവം തങ്ങളെ വീണ്ടും യഥാസ്ഥാനത്താക്കുകയില്ലയോ എന്നുള്ള പ്രാർത്ഥനയാണ്. കഴിഞ്ഞ കാലാകാലങ്ങളായി ഇസ്രായേൽ ജനത്തിനെതിരെ ശത്രു സൈന്യം എഴുന്നേൽക്കുന്നു. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് സ്വതന്ത്ര രാഷ്ട്രമായി മാറിക്കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇസ്രായേലിന് ചുറ്റും എതിരാളികൾ എഴുന്നേറ്റ് കഴിഞ്ഞു. എതിരാളികൾ അന്ന് ഇസ്രായേലിനെതിരെ പോരാടുമ്പോൾ ഇസ്രായേലിന്റെ ഭൂമുഖത്തും തുടച്ചു മാറ്റുവാൻ രാജ്യങ്ങൾ ഒന്നിച്ച് എഴുന്നേറ്റ സാഹചര്യമുണ്ട്. അന്നും പ്രവാസത്തിൽ എന്നപോലെ കിടന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ടുവന്ന ദൈവം ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് ജാതീയ ശക്തികളുടെ കയ്യിൽ ഇസ്രായേലിനെ മോചിപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രക്തചയം അത് ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെതാണ്, ഇസ്രായേൽ ദൈവത്തിൻ്റെതാണ്. നാം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവത്തിന് മധ്യസ്ഥ ചെയ്യുമ്പോൾ പുതിയ നിയമസഭയോട് പറയട്ടെ, നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചുകൊണ്ട് ദൈവശക്തനാണ്. അവരെ ഈ കാലഘട്ടത്തിൽ ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രങ്ങൾ ശക്തമായി മാറി. മനുഷ്യനെ തന്നെ ഉപദ്രവിക്കുന്നു, മനുഷ്യനെ ദ്രോഹം ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി നശിച്ചു പോകുന്ന മൃഗത്തിന് പിടിയിലെന്ന 49:20 വാക്യം വായിക്കുന്ന പോലെ മനുഷ്യൻ മാനത്തോടിരുന്നത. എന്നാൽ സ്തോത്രം വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, വിവേക ശൂന്യനായി കഴിഞ്ഞപ്പോൾ കൂട്ടു സഹോദരങ്ങൾക്ക്
ബന്ധുക്കൾക്ക്, സ്വന്തം സഹോദര മാതാപിതാക്കൾക്ക്, സ്വന്തം ജനത്തിനെതിരെ ആഭിചാര മന്ത്രവാദ പൂർവോത്തര ശുദ്രശക്തികൾ കൊണ്ട് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന സഹോദരി, നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. യെശയ്യാ പ്രവാചകനെ പോലെ ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിൽ കേഴുന്നത് പോലെ നീ കേഴുകയാണെങ്കിൽ, ദൈവം നിലവിളിക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, രക്തം ചെയ്യും. ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്താഗ്രഹമല്ലേ! ഇന്നത്തെ സഭകളിൽ അങ്ങനത്തെ പ്രാർത്ഥനയുണ്ടോ? ഇന്നത്തെ ദൈവമക്കൾക്ക് അങ്ങനത്തെ പ്രാർത്ഥനയുണ്ടോ? ഇന്നത്തെ കുടുംബങ്ങളിൽ അങ്ങനത്തെ പ്രാർത്ഥനയുണ്ടോ? ഹല്ലേലൂയ. കർത്താവേ, എന്റെ പ്രാർത്ഥന പറ്റിയേ ആകാശം കീറി ഇറങ്ങി വരണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരും പ്രാർത്ഥിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാ. അവരവരുടെ കുടുംബം, അവരുടെ മക്കൾ, അവരുടെ ജോലി, അവരുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവർക്ക് നന്മ, അവർക്ക് സ്ഥലം, വീട്, വണ്ടി, എന്ന് വേണ്ട ഇതെല്ലാം പറഞ്ഞാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെ അധംപതനം കണ്ട്, ജലത്തിന്റെ അധംപതനം കണ്ട്, ദൈവജനത്തിന്റെ കഷ്ടത കണ്ട്, കർത്താവ് തീയിൽ വെള്ളം തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കോണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു പ്രാർത്ഥിക്കുന്ന ദൈവസഭകൾ ചുരുങ്ങിപ്പോയി. ക്രൈസ്തവ സമൂഹത്തിന് അങ്ങനെ പ്രാർത്ഥനയില്ല, ക്രൈസ്തവർക്ക് ഒട്ടുമില്ല. കാരണം അവർക്കെല്ലാം വലിയ സ്തോത്രം അല്ലാത്ത രീതികളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വന്നതാ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. ക്രൈസ്തവോ, നമുക്ക് ആത്മഭാരമാണ് ആവശ്യം. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടി മുമ്പ് ആവർത്തിച്ച് ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങൾ എത്ര ക്രൈസ്തവ പുരോഹിതന്മാരെ ക്രൂരമായി ഉപദ്രവിച്ച് വേട്ടയാടി, ഹല്ലേലൂയ, അവരെ കൊണ്ടുകളഞ്ഞ് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ജയിലിലടച്ചു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ എത്രയോ പുരോഹിതന്മാരെ തട്ടിക്കൊണ്ടുപോയി വിലവിശി, ചിലരേക്ക് കൊണ്ടുകളഞ്ഞു, ചിലരേക്ക് കോടിക്കണക്കിന് രൂപ ദ്രവ്യം മേടിച്ചിട്ട് മോചിപ്പിച്ച്, ഹല്ലേലൂയ. അവർ അനുഭവിച്ച കഷ്ടം, അനവധി കന്യാസ്ത്രീകളെ പിടിച്ചുകൂടി ബലാത്കാരം നടത്തി കൊന്നുകളഞ്ഞ അനവധി കുട്ടികളെ ബലാത്കാരത്തിൽ ഇരയാക്കുന്ന ഇങ്ങനെയുള്ള ക്രൂരത നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതേ പ്രവാചകൻ പ്രാർത്ഥിച്ചൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. കിടന്നുറങ്ങാനും മൊബൈൽ കളിക്കുവാനും കള്ളു കുടിച്ചും ലഹരി ഉപയോഗിച്ചും നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എവിടെയാ ബോധം ഉണ്ടായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഏത് സമയം നോക്കിയാലും ഒന്നി കള്ളിനടിമ, അല്ലെങ്കിൽ അച്ചാവിന്, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമയാ, അല്ലെങ്കിൽ ഏതെങ്കിലും ചൂതാട്ടത്തിന് അശ്ലീലമായ കാര്യങ്ങൾക്ക് അടിമയാ. പിന്നെ എവിടെ പ്രാർത്ഥിക്കാനാ? പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം കേട്ടോ. അപ്പൊ ഇവിടെ ആകാശം കീറി ഇറങ്ങി വരണം എന്നൊരു ഉണർവിന് വേണ്ടി യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. പ്രവാസത്തിന് ഇരുളിൽ കിടക്കുന്ന പ്രവാസത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തിന്റെ ഇടയിലേക്ക് കർത്താവേ നീ ഒരു ഉണർവയക്കണമേ എന്ന് പ്രവാചകൻ തന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആകാശം കീറി ഉണർവിലേക്ക് കൊണ്ടുവരണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ആകാശം കീറി ഇറങ്ങി വന്ന ദൈവം ഒരു ഉണർവിനെ എൻ്റെ കുടുംബത്തിൽ തരുമെന്ന്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ കുടുംബത്തിന് കണ്ണുനീരല്ലേ, കഷ്ടതയല്ലേ, സങ്കടമല്ലേ, രോഗമല്ലേ, മഹാവ്യാധിയല്ലേ, നിന്റെ കുടുംബം എന്നും നിരാശയിലല്ലേ? ഒരിക്കലെങ്കിലും നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ? കിട്ടുന്നത് മുഴുവൻ ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെയല്ലേ? ജീവിതത്തിൽ എന്നും നിരാശയല്ലേ? എവിടെ നിന്ന് രക്ഷപ്രാപിക്കും, എങ്ങനെ രക്ഷപ്രാപിക്കും എന്നുള്ള ചിന്തകൾ കൊണ്ട് നീ തന്നെ പടുത്ത് നിരാശയുടെ നടുവിലേ പോകുന്നത്. അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന സഹോദരി, യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. ആകാശം കീറി ഇറങ്ങി എന്റെ കുടുംബത്തിൽ വന്ന്, എന്റെ ഭർത്താവിന്റെ മദ്യപാനത്തിൽ നിന്ന്, എന്റെ ഭാര്യയുടെ മദ്യപാന വഴിവിട്ട ജീവിതത്തിൽ നിന്ന്, ഭാര്യ ഭർത്തൃ ജീവിതത്തിലുള്ള അവിശ്വസതയിൽ നിന്ന്, എന്റെ മക്കളുടെ മക്കളുടെ മരുമക്കളുടെ ജടികമായ ജീവിതത്തിൽ നിന്ന്, ഈ മൊബൈലിന്റെ കളിയിൽ നിന്ന് അവരെ ഒന്ന് പിടിവീഴ്ക്കണമേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. ആകാശം കീറി ഇറങ്ങി നിന്റെ കുടുംബത്തിലേക്ക് ദൈവം പ്രാർത്ഥിക്കണം. കാരണം നിന്റെ കുടുംബം അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങൾക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവത്തോട് ചേർന്നിരിക്കാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല, പ്രാർത്ഥനയിരിക്കാൻ സമയം, ഉപവസിക്കാൻ സമയമില്ല. ലോകത്തിന്റെ വെറുക്കൂത്തുകൾക്കകത്ത് മനുഷ്യൻ കുടുങ്ങിപ്പോയി. പിശാച് മൊബൈലിലൂടെ ഇഷ്ടം പോലെ കണ്ണുകൾക്ക് ഇമ്പം നൽകുന്ന, ശരീരത്തിന് സന്തോഷം, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, മനസ്സിന് മനസ്സിനെ വശീകരിക്കത്തക്ക നിലയിൽ സെക്സ്, നഗ്നമായ അനവധി ചിത്രങ്ങൾ നിങ്ങളുടെ മൊബൈലിനകത്ത് കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ അതിൽ കണ്ട് മയങ്ങിയിരിക്കുന്ന അനവധി ആളുകളും പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. അത് മുഖാന്തരം എന്ത് ചെയ്തു? പിശാച് നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിച്ചിട്ട് നിന്റെ കുടുംബത്തെ അവൻ താറുമാറാക്കുക. ഹല്ലേലൂയ.
നമ്മൾ പറയുന്നത് പിശാചിന്റെ കുടുംബത്തെ കുളം തോണ്ടുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിശാച് പോയി പല കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചത് വളരെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. കുടുംബത്തിനകത്ത് ഉണർവുണ്ടാകണം. അങ്ങനെ കുടുംബത്തിൽ ഉണർവുണ്ട്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ഒരു ഉണർവ് ആവശ്യമാണ്. ദൈവസഭയ്ക്ക് തട്ടിയും ബഹളവും കമ്പറ്റിയും കണക്കും സ്ഥാനവും ഭാരവും ജാതിയുടെ പേര് പറഞ്ഞ്, നിറത്തിന്റെ പേര് പറഞ്ഞ്, വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് സവർണ്ണെന്നും വലിവിനെന്നും മാറ്റി നിർത്താതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിലിടിച്ച് പണം പുറക്കി അതിലൂടെ നീ കാമിലെത്തിയാൻ അധികാരം പിടിച്ചെടുക്കാതെ നീ മാനസാന്തരപ്പെട്ട് സഭയ്ക്കകത്ത് ഉണർന്നു വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് സഭയുടെ ഉണർന്നു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരുമില്ല. എങ്ങനെ സെക്രട്ടറി ആകാം, എങ്ങനെ പ്രസിഡന്റ് ആകാം, എങ്ങനെ അല്ലെങ്കിൽ അധികാരം കയ്യിലെടുക്കാം, എങ്ങനെ ഇതൊക്കെ കയ്യിലെടുത്ത് വിദേശത്ത് പോയി 10 പുത്തൻ കൊയ്യാം എന്നുള്ള ചിന്തയാണ് പലർക്കും. ദൈവമില്ലാത്ത വിശ്വാസികൾ, ദൈവമില്ലാത്ത കൂട്ടങ്ങൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയില്ലാത്ത കൂട്ടങ്ങൾ, ആത്മഭാരമില്ലാത്ത കൂട്ടങ്ങൾ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കയറിക്കൂടി, ദുരുപദേശങ്ങളുടെ കയറിക്കൂടി കള്ള പ്രവാചകന്മാർ അതിശക്തമായി വ്യാപിച്ചു കഴിഞ്ഞു. അല്ലേലിയ കൾട്ടുകളുടെ ആധിപത്യം സഭയ്ക്കകത്ത് വന്നു തുടങ്ങി. എന്തുകൊണ്ടാണ്? സഭയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ ഇത് വെളിപ്പെടുത്തി. യേശുക്രിസ്തു നമുക്ക് പ്രാർത്ഥനയ്ക്ക് മാതൃകയാണ്, പൗലോസ് പ്രാർത്ഥനയ്ക്ക് നമുക്ക് മാതൃകയാണ്. എന്നാൽ ദൈവസഭയ്ക്ക് അത് തുടരുവാൻ കഴിയുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ജോൺ വെസ്ലി, മാർട്ടിൻ ലൂതർ, D.L. മൂഡി, പോൾ ജോഗിച്ചോ തുടങ്ങിയവർ വൻ ഉണർവിനെ കൊണ്ടുവന്നവരാണ്. ജോൺ വെസ്ലിയുടെ കാലഘട്ടത്തിലും മാർട്ടിൻ ലൂതറിനും D.L. മൂഡിയും പോൾ ജോഗിച്ചോയുടെ കാലഘട്ടത്തിൽ ശക്തമായി ഉണർവ്. അവർ ദൈവത്തിന്റെ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് കർത്താവേ, ആകാശം കീറി ഇറങ്ങി വന്ന കൊറിയയിലെ ജനത്തെ വിടിവിക്കണമേ. പാപത്തിൽ കിടക്കുന്ന, ശാപത്തിൽ കിടക്കുന്ന കൊറിയൻ ജനതയ്ക്ക് ആശ്വാസത്തിന്റെ സന്ദേശം, ദൈവവചനത്തിന്റെ സന്ദേശം, ജീവന്റെ സന്ദേശം നൽകി കൊറിയൻ കൊറിയൻ ജനത്തിന് വേണ്ടി ഇടുങ്ങി നിന്ന് പ്രാർത്ഥിച്ച് പോൾ ജോഗിച്ചോ എങ്ങനെ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ. അതുകൊണ്ടാണ് അവിടെയൊക്കെ ശക്തമായി ഉണർവ് നടന്നത്. അതുകൊണ്ടാണ് പോൾ ജോഗിച്ചോയുടെ പ്രവർത്തനം ശക്തമായി. നമ്മളതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. ആദിമസഭ ദൈവസനെ ശക്തമായി പ്രാർത്ഥിച്ചു. പത്രോസാദിയായവർ സ്തോത്രം 120 പേർ ഒന്നിച്ച് മാളികമുറിയിൽ ഇരുന്ന് അവർ പ്രാർത്ഥിച്ചു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഐക്യതയോടെ പ്രാർത്ഥിച്ചു, സ്നേഹത്തോടെ പ്രാർത്ഥിച്ചു, ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു. എന്താണ് കർത്താവേ, ആകാശം കീറി ഇറങ്ങി വരണമേ. അല്ലേലിയ കർത്താവ്. അത് പ്രാർത്ഥിക്കാൻ കാരണമുണ്ട് കേട്ടോ. കാരണം 3.5 വർഷം യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരോടുകൂടെ. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിന് സർക്കാരോപണം ചെയ്തു. പിന്നെ ശിഷ്യന്മാർ തനിച്ചായി. ശിഷ്യന്മാർ 12 പേർ അന്ന് 12 യൂദയൊഴിച്ച് ബാക്കിയുള്ള 11 പേരും അവരോടൊപ്പം 120 പേരെ മൊത്തം. ആകാശം കീറി ഇറങ്ങിയവരെ പ്രാർത്ഥന. അപ്പൊ യേശു ജീവനോട് ഇരിക്കും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നതല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവിനെ കാര്യസ്ഥലം കൈശരും. അപ്പം വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കർത്താവ് അവർക്ക് നൽകുമെന്ന് ശിഷ്യന്മാർക്ക് വാക്കുകൊടുത്തിരുന്നു. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു സ്വർഗ്ഗാരോപണം ചെയ്തതിന് ശേഷമായി അവർ മാളികമുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ നീ പോയ ശേഷം കാര്യസ്ഥനെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പം വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് കർത്താവേ നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പത്രോസ് ആദ്യമായി 120 മാളികമുറിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്ന പോലെ വലിയ വിളക്കം അവർ കൂടിയിരുന്ന വീടിന്മേൽ നിറച്ചു. അത്യജാല പോലെ പിളർന്നേക്ക് നാം ഒഴുത്തിലും പതിഞ്ഞു. പരിശുദ്ധന്മാർക്ക് നൽകുമ്പോൾ അവർ അന്യഭാഷയിൽ ഉച്ചരിച്ചു തുടങ്ങി, ആത്മാവിൽ സംസാരിച്ചു തുടങ്ങി. യെരൂശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് വന്ന വലിയൊരു കൂട്ടം, ജനത്തിൽ ഒരു കൂട്ടം ഓടി പത്രോസ് ആദ്യമായവരുടെ അടുക്കിലേക്ക് വന്നു. ജവാനന്മാരെ, ഞങ്ങൾ രക്ഷമായിപ്പാൻ എന്ത് ചെയ്യണം? ആകാശം കീറി ഇറങ്ങി ദൈവം വന്നാൽ, സഭയിൽ വന്നാൽ ദേശത്തുണർവുണ്ടാകും. ദേശത്തുണർവ് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിൽ നടക്കട്ടെ ആദ്യ ഉണർവ്. നമ്മുടെ കുടുംബത്തിൽ ശുദ്ധീകരണം നടക്കണം കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ ശുദ്ധീകരണം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം എന്ന് പറയുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിനകത്ത് ഉണർവ്, ആ ഉണർവ് നമ്മുടെ കുടുംബത്തിൽ, ഭാര്യയും മക്കളിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ ആ ഉണർവ് ദേശത്തേക്ക് വ്യാപരിക്കും, സഭയിൽ വ്യാപരിക്കും.
അല്ലേ? അപ്പൊ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നുള്ള പ്രാർത്ഥന. എത്ര ആകാശം കീറി ഇറങ്ങി ദൈവം വരണമെങ്കിൽ നീ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ നിന്ന് കത്താം. അല്ലേ? തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് നിന്നുകൊണ്ട് നീ ശക്തമായി ദൈവത്തിന് പ്രാർത്ഥിച്ച് പോരാടണം. അല്ലേരിയ ശത്രുവിനോട് പോരാടി ജയിക്കണം. പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന, പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന, ലഹരിക്ക് അടിമയായി കിടക്കുന്ന, ജഡിക വ്യഭിചാരത്തിന് അടിമകളായി കിടക്കുന്ന ചില മാനസാന്തരപ്പെടാൻ. ഇന്നത്തെ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്ന സംഭവങ്ങൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചതെന്ന് പറയുമോ? വ്യഭിചാരം. വ്യഭിചാരം വർദ്ധിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് 2 ഭർത്താവെന്ന നിലയിൽ പലയിടത്തും ആയിക്കഴിഞ്ഞു. തീവ്രവാദം പെരുകി, ഭീകരവാദം പെരുകി, വർഗീയത പെരുകി കഴിഞ്ഞു. നക്സൽ മാവോയിസ്റ്റ് മേഖലകളിൽ വളരെ ശക്തമായി മാറി. അല്ലേറിയ ക്രൈസ്തവ സമൂഹത്തെ ഉന്നടങ്ങു ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ മൂലനാശം ചെയ്യാൻ നാട്ടിൽ നിന്ന് ഊരുവരക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാളുകളിൽ നീ പ്രാർത്ഥിക്കണം. കർത്താവേ, സകല ക്രൈസ്തവ സഭയിൽ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന സ്തോത്ര സംസ്ഥാനങ്ങൾക്കകത്ത് കർത്താവേ ആകാശം കീറി ഇറങ്ങി വരണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. ആയിരക്കണക്കിന് ദൈവമക്കളെ ക്രൂരമായി കൊന്നൊടുക്കി നാട്ടിൽ ഓടിച്ചു കളഞ്ഞു. അനവധി ദൈവദാസന്മാരെ കൊന്നുകളഞ്ഞു, ദൈവമക്കളെ ക്രൈസ്തവ സഭയെ കൊന്നുകളഞ്ഞു. കാലങ്ങളായിട്ട് പടുത്തുയർത്തിയവരുടെ ഹോസ്പിറ്റലുകളോട് പള്ളികളും ഇടിച്ചു പൊളിച്ച് നിരപ്പാക്കി. അതിനെ നടുന്ന മൗനമായി ഇരിക്കരുത്. നമുക്ക് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് അല്ലേലൂയ പ്രാർത്ഥനയാകുന്ന യുദ്ധം ചെയ്ത് ആകാശം കീറിയിറങ്ങി വരുന്ന ദൈവം സംസ്ഥാനങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടി, കേരളത്തിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളം കണ്ടില്ലേ വളരെ ക്രൂരമായ രീതിയിൽ കൊലപാതകം പെരുകി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ചാത്തന്തറ വെച്ചുച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, റാന്നി താലൂക്കിൽ വെച്ചുച്ചിറയിൽ ചാത്തന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് അഴുതക്കോളിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് എന്റെ വീടിന്റെ തൊട്ടയിലൊക്കെയാണ് എരിവാലിക്കരയുള്ള ഒരു സഹോദരൻ അമ്മായിയുടെ തലയ്ക്ക് മമ്മട്ടിയുടെ കുഴ കൊണ്ട് അടിച്ച് കൊന്നത് നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം അല്ലേരിയ എത്രമാത്രം ക്രൂരതയാണ്. മനുഷ്യനെ തല്ലി ഒട്ടിക്കുന്നത്, തല്ലി കൊല്ലുന്നതിന് യാതൊരു ദയയില്ലാതെ, യാതൊരു മനസാക്ഷിയില്ലാതെ ക്രൂരമായ രീതിയിൽ സ്വന്തം ശരീരത്തെ, സ്വന്തം സഹോദരങ്ങളെ അടിച്ചു കൊല്ലുന്നത്. അമ്മായിമ്മേനെ അടിച്ചു, തലയെ അടിച്ച് ശരിയാക്കി. വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് ഓടി, അത് കാണി, അതിന്റെ പുറകെ അതിനെ ഓടി, അത് ഓടി രക്ഷപ്പെട്ടെന്നാണ് ഞാൻ കേട്ടോ. എന്നെ വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. കാരണം കേരളത്തിൽ അത്രമാത്രം കൊലപാതകങ്ങൾ പെരുകി, മദ്യപാനം പെരുകി, എന്ന് വേണ്ട സകല വേർക്കൂത്തുകളും പെരുകി. അല്ലേലിയ പെരുകി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? സ്തോത്രം, അക്രമം പെരുകി. അല്ലേലിയ ഇപ്പൊ പല സ്ഥലത്തും ഞങ്ങളുടെ നാട്ടിൽ കള്ള് ഷാപ്പില്ല, ഞങ്ങളുടെ നാട്ടിൽ ബീവറേജ് ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, അടുത്ത പട്ടണത്തിനകത്ത് ബീവറേജ് ഉണ്ട്. ഒരുവന് 4 ലിറ്റർ വാങ്ങാൻ പറ്റും. അവൻ ഒരു ദിവസം 3-4 പ്രാവശ്യം പോയി ഈ 4 ലിറ്റർ വാങ്ങിക്കൊണ്ട് വിറ്റ് കാശാക്കി ജനത്തെ കുടിച്ച് സുബോധത്തിൽ നിന്ന് മതമത്തനാക്കിയിട്ട് അവൻ പൈസ ഉണ്ടാക്കുന്നു. അല്ലേരിയ അതുകൊണ്ട് രാജ്യം കേരളം നശിച്ചുകൊണ്ടിരിക്കുന്നു. പിടിച്ചുപറി, മോഷണം, ബലാത്സംഗം, വ്യഭിചാരം, ആഭിചാരം, മാത്രവാദം, കൂടോത്ര സൂത്രം, എന്ന് വേണ്ട സകല തരികിട പരിപാടികളും അല്ലേരിയ പിടിച്ചുപറി സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി തമ്മിലുള്ള പരിപാടി സഭയ്ക്കകത്തും ദൈവമക്കകത്തും കുടുംബത്തിനകത്തും ഭിന്നത ഉണ്ടാക്കുന്ന സാത്താന്യ ശക്തികൾ ദേശം മുഴുവൻ, കേരളം മുഴുവൻ പെരുകി, ലോകം മുഴുവൻ പെരുകിക്കൊണ്ടിരിക്കുക. എന്നെ നടുവിൽ എന്നെ കേൾക്കുന്ന സ്വാഭാവിക ആകാശം കീറിയിറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു പ്രാർത്ഥിക്കണം നിങ്ങൾ. ഇന്ന് നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞാൽ തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ, വർഗീയവാദികളുടെ കേരളമായി മാറി. അല്ലേരിയ സ്തോത്രം. ഇന്ത്യ എന്തായി? തീവ്രവാദത്തിന്റെ, ഭീകരവാദം, വർഗീയവാദികളെ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ നടുവിൽ ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കണം. തീയിൽ ചൂളി കത്തുന്നത് പോലെയും, തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെയും, അല്ലെങ്കിൽ മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറിയിറങ്ങി വന്നെങ്കിൽ കൊള്ളായെന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ, ജോൺ വെൾസ്ലിയെ പോലെ, DL മൂഡിയെ പോലെ, സ്വന്തം മാർട്ടിൻ ലൂതറിനെ പോലെ, പോൾ ജോഗിച്ചെ പോലെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലേരിയ ഈ മൊബൈലും TV-യൊക്കെ മാറ്റി വെക്കണം. മൊബൈലും TV-യൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലേരിയ ഈ സിനിമയും സീരിയലും കോമഡിയൊക്കെ മാറ്റി വെക്കണം. അതൊരു ക്രിസ്ത്യാനിക്ക് കൊള്ളുന്നതല്ല.
സിനിമയും കോമഡി സീരിയലും കോമഡി റിയാലിറ്റി ഷോ ഒന്നും ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന് അനുയോജ്യമായതല്ലത്. ലേരിയ ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് വിഷയമില്ല, നിങ്ങൾ അതിനെ പ്രതികരിച്ചാലും കുഴപ്പമില്ല, ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല. ഒരു ക്രൈസ്തവന് ദൈവം വെച്ചിരിക്കുന്നത് ആത്മഭാരമാണ്. അതുകൊണ്ട് അവൻ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ലോകത്തിന്റെ വെറുപ്പത്തിന് മുമ്പിൽ നീ ഇതിന് സമയം കളയരുത്. നിന്റെ മക്കളെ നീ അതിനകത്ത് കൊണ്ടുപോകരുത്. നിന്റെ മക്കളുടെ മുമ്പിൽ മൊബൈൽ നീട്ട് കൊടുക്കരുത്. ഹല്ലേലൂയ. അവനെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച ആത്മഭാരമുള്ളവനാക്കി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപി, നിന്റെ ഭവനത്തിൽ നിന്റെ മക്കൾ സ്വയമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാമോ? നിന്റെ മക്കൾക്ക് ആത്മഭാരം എന്താണെന്ന് അറിയാമോ? രാജ്യത്തിന്റെ സ്ഥിതികൾ, രാഷ്ട്രങ്ങളുടെ സ്ഥിതിഗതികൾ അറിയാമോ? ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതികൂലം എന്താണെന്ന് അറിയാമോ? കർത്താവ് യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിന്റെ ഫലം എന്താണെന്നും നിന്റെ മക്കൾക്ക് അറിയാമോ? നീ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ നിന്റെ മക്കളെ നീ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പല കുഞ്ഞുങ്ങൾക്ക് ഇത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാ പ്രവാചകൻ പ്രവാസത്തിൽ കിടക്കുന്ന ഈ സാജനത്തിന് ഒരു മടങ്ങി വരവിനോട് കേഴുന്നത് പോലെ, ഹല്ലേലൂയ, ആ പ്രവാസത്തിൽ കിടക്കുന്ന സാജനത്തിന്റെ ഒരു ഉണർവിനെ ദൈവം അയക്കണമെന്ന് ആമീൻ നലിയിൽ പ്രവാചകൻ നിലവിളിക്കുന്നത് പോലെ നീ നിലവിളിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കഷ്ടകാലത്ത് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം കണ്ടുവന്നു. അപ്പൊ കഷ്ടകാലത്ത് നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ ദൈവം നമുക്ക് ഉത്തരം പറയും. പക്ഷേ കഷ്ടകാലത്ത് നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ആമി സുബോധത്തിന്റെ ആത്മാവിനാലായിരിക്കണം. ഹല്ലേലൂയ. ചിലര് പ്രാർത്ഥിക്കുന്നത്, ചിലര് കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് മദ്യമൊക്കെ കുടിച്ച് സുബോധമൊക്കെ നഷ്ടപ്പെട്ട് ലഹരിയൊക്കെ കഴിഞ്ഞ് അതിനെക്കുറിച്ച് ലോകത്ത് കഴിയുമ്പോൾ ചിലർക്ക് മദ്യം ചെന്നാലേ കർത്താവിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. രക്തജയം. അല്ലെങ്കിൽ സുബോധത്തിന്റെ ആത്മാവിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലെങ്കിൽ കാമൻ നിന്റെ ജീവിതത്തിന്റെ മദ്യപാനത്തെ നീ മാറ്റിക്കളണം, ഗർഭത്തിനെ മാറ്റിക്കളണം, ദുർജീവിതത്തെ മാറ്റിക്കളണം, ദൈവവിചാരത്തെ നീ നീക്കിക്കളണം. ദൈവം മറയ്ക്കുന്ന സകല പാപത്തെ നീ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധിയോടെ ദൈവസൻ വന്നിരുന്നിട്ട് പ്രവാചകൻ യെശയ്യാവിനെ പോലെ നിലവിളിക്കണം, പ്രവാചകൻ യിരെമ്യാവിനെ പോലെ നിലവിളിക്കണം, പൗലോസിനെ പോലെ പ്രാർത്ഥിക്കണം, യേശുക്രിസ്തുവിനെ പോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ പ്രാർത്ഥന മധ്യേ നമ്മുടെ ആകാശം കീറി നിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ആകാശം കീറി നിന്റെ പ്രാർത്ഥനയിലേക്ക് യേശു ഇറങ്ങി വരുമെന്ന്. ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ആമി സാലറി കിട്ടാതിരിക്കുക, മണലാണെങ്കിൽ കഷ്ടം സഹിക്കുകയാണോ? വിദേശ രാജ്യത്ത് വിസ കിട്ടാതെ ഭാരപ്പെടുകയാണോ? പാസ്പോർട്ട് ഒതുക്കി കിട്ടാതെ ഭാരപ്പെടുകയാണോ? ജോലി നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണോ? പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണോ? രോഗിയായി കിടക്കുകയാണോ? വിദേശ രാജ്യ വിവിധ ബന്ധനങ്ങൾക്കകത്ത് കിടക്കുകയാണോ? ആമി നിന്റെ ബിസിനസിന്റെ പരാജയമാണോ? നിന്റെ കൃഷിയുടെ നാശമാണോ? നിന്റെ ക്ഷീരമയുടെ പ്രശ്നമാണോ? നിന്റെ തലമുറയുടെ പ്രശ്നമാണോ? നിന്റെ കുടുംബത്തിന്റെ പ്രശ്നമാണോ? നിന്റെ കുടുംബം ചിഹ്നഭിന്നമായി കിടക്കുന്ന അനുഭവമാണോ? ഭാര്യ ജീവിതത്തിലെ സംശയാസ്പദമായ ജീവിത സാഹചര്യങ്ങൾക്ക് കുടുംബം തകർന്നിരിക്കുകയാണോ? ഹല്ലേലൂയ എന്നവൻ പരിശുദ്ധാത്മാവ് പറയുക. ഹല്ലേലൂയ. ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ കേൾക്കുന്ന ശ്രോതാവ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം ചില കുടുംബങ്ങൾ അത്ഭുതം ചെയ്യും. എന്ന് പല കുടുംബങ്ങൾക്കകത്തും ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു, അവിഹിത ബന്ധം, കാമുകന്മാർ, ആമീൻ ഒന്നും രണ്ടും മക്കളുള്ളവർ പോലും ആമീൻ അന്യ പുരുഷനെ അന്വേഷിക്കുന്നു, അന്യ സ്ത്രീകളെ അന്വേഷിക്കുന്നു. കുടുംബത്തിനകത്ത് വിള്ളലുകൾ വരുന്നു, അല്ലെ ചോർച്ചയുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ കുടുംബത്തിനകത്ത് വിള്ളലുണ്ടായി ഒരു ദിവസം സുപ്രഭാതത്തിൽ ഭാര്യ ഭർത്താവിനെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകും, അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളെ ഭർത്താവ് പോകും. എന്താ മറ്റു സ്ത്രീകൾ? എന്തുകൊണ്ടാണ്? പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. വ്യഭിചാരം എന്ന് പറയുന്ന വ്യാപാരം ദേശം മുഴുവൻ, രാജ്യം മുഴുവൻ, കുടുംബങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, വ്യഭിചാരത്തിനെ ദൈവം വെറുക്കുന്നു. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് വിശുദ്ധിയോടെ വരണം, വിശുദ്ധിയോടെ വരണം. നമ്മൾ ദൈവം അനുഗ്രഹിക്കാൻ വിശുദ്ധിയാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ആകാശം കീറി ഇറങ്ങി വരണം എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാർ അല്ലെങ്കിൽ തങ്ങളുടെ വസ്ത്രങ്ങളെ കീറി ദൈവത്തിന് പ്രാർത്ഥിച്ചുവെന്ന് ഇവർക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഞാൻ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി. യോവേൽ പ്രവാചകന്റെ പുസ്തകം, പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു പ്രാർത്ഥന കാണാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്.
അടുത്ത വാക്യം പറയുക, ഹല്ലേലൂയ, വസ്ത്രങ്ങളെയെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് സഹതപിക്കും. ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും സഹതപിച്ച് തനിക്ക് ഭോജനയാകും പാനീയാകുമായുള്ള ഒരു അനുഗ്രഹവും വച്ചേക്കില്ലയോ. ഹല്ലേലൂയ, ആർക്കറിയാം. ഇവിടെ സ്തോത്രം, നമ്മുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറണം. നമ്മുടെ ഹൃദയത്തെ തന്നെ കീറണം. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കീറുമ്പോൾ എന്തായിരിക്കുന്നത്? അല്ലെ സ്തോത്രം, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നമ്മുടെ ഹൃദയങ്ങളെ കീറണം. ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിനകത്ത് കുടിയിരിക്കുന്ന പാപത്തിന്റെ ശക്തികളെ നീ കീറിയെടുത്ത് കളയണം. അവന്റെ ഹൃദയത്തിനകത്ത് കുടികൊള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ചുറ്റിക ഇച്ഛകൾ, ഇവിടുത്തെ അശ്ലീലം, നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടിരിക്കുന്ന ദിവ്യാഗ്രഹ ചിന്തകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള നിന്ദ, അപമാനങ്ങൾ, പരിഹാസങ്ങളും, ഞാനെന്നുള്ള ഭാവം, എന്റേത്, എനിക്കെന്നുള്ള ഭാവം, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നുള്ള ഭാവങ്ങൾക്ക് നീ കീറിക്കളയണം. നിന്റെ ഹൃദയത്തെ നീ കീറണം. നിന്റെ ഹൃദയത്തെ കീറി നിന്റെ ഉള്ളിലെ അശുദ്ധിയെ നീ മാറ്റിക്കളയണം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നതെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ ഗിരിപ്രമാണത്തിൽ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. അല്ലേ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഹൃദയശുദ്ധിയോടെ നിന്റെ ഹൃദയത്തെ കീറി ഹൃദയത്തിനകത്തെ അശുദ്ധിയെ മാറ്റിക്കളഞ്ഞ് മാലിന്യങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് ദൈവസനെ പുഴകാലം മുടങ്ങി പ്രാർത്ഥിക്കർത്താവേ, ആകാശം ഇറങ്ങി വരണമേ എവിടെ? എന്റെ ഹൃദയത്തിലേക്ക്. അപ്പൊ നിന്റെ ഹൃദയത്തെ കീറിയിട്ട് നിന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ മുഴുവൻ നീക്കിക്കളയണം കേട്ടോ. എന്നിട്ട് നിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള സുഗ്രാഹ്യമായിരിക്കുന്ന, ദൈവത്തിന് സൗരഭ്യമായിരിക്കുന്ന യാഗം നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടണം. ആത്മഭാരത്തോടുള്ള പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകരകൾ മഹാനവി പിതാവി സോറാവി നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കും. നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്താൻ ആഗ്രഹിക്കുക. ഇന്നലകളിൽ നീ കരഞ്ഞതും വിലപിച്ചതും, ഇന്നലകളിൽ നീ ദുഃഖിച്ചതും, നിന്റെ കണ്ണുനീരിന്റെ മറുപടി ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ, വാടിക്കരിഞ്ഞു പോയ പുല്ല് ഒരു മണ്ണിക്ക് അത് പൂർവാധികം ശക്തിയോടെ തഴച്ചു വളരുന്നത് പോലെ നിന്റെ ജീവിതം വാടിക്കരിഞ്ഞ് തകർന്ന തരിപ്പണമായി പുല്ലുണങ്ങുന്നത് വരെ ഉണങ്ങി എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ വെറും ശൂന്യമായി നിന്റെ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ, ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക. സ്തോത്രം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ നിന്റെ ജീവിതത്തിന് ഇരുള് മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ ശൂന്യത മാറ്റുവാൻ, മരുഭൂമി പോലെ നിന്റെ ജീവിതവും കുടുംബം നിന്റെ പേഴ്സുമായിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനകത്തെ മാലിന്യങ്ങളെ നീ കീറിയെടുത്ത് കളഞ്ഞിട്ട് ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് ദൈവത്തിന് പ്രസാദമായ സുഗ്രാഹ്യമായ ദൈവത്തിന് സൗരഭ്യമായി ആയിരിക്കുന്ന യാഗം നിന്റെ ഹൃദയത്തിൽ നിന്ന് അന്തരാത്മം സ്വത്രയാകത്തോടെ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മഭാരത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വ്യക്തം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ദൈവം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. വ്യക്തം വിശ്വസിക്കുക, കരമടിച്ച ദൈവത്തെ ശൂന്യച്ചാട്ട്. ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിന് വന്ന് പറയുമ്പോൾ പലരും കഷ്ടതയിലൂടെയാണ്, സങ്കടത്തിലൂടെ കടന്നു പോകുന്നത്, പല ജീവിതങ്ങളിൽ നിരാശയിലായിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, എന്നാൽ നിനക്കൊരു മാറ്റം തരാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പൊ ദൈവത്തിൽ നമ്മൾ ആകാശം കീറി ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, അതുകൊണ്ട് നിങ്ങളുടെ മൂടുപടങ്ങളെ പറിച്ച് കീറണം. നമ്മുടെ മൂടുപടങ്ങളെ എന്ത് ചെയ്യണം? പറിച്ച് കീറിക്കളയണമെന്ന്. നമുക്കൊരുപാട് മൂടുപടങ്ങളുണ്ട്. ഹല്ലേലൂയ, മൂടുപടങ്ങളെ കീറിക്കളയണമെന്ന് എഹെസ്കേൽ പ്രവാചകൻ പറയുക. എഹെസ്കേലിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ മൂടുപടങ്ങളെയും ഞാൻ പറിച്ചു കീറി എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അവർ ഇനി നിങ്ങളുടെ കയ്യിൽ വേട്ടയായിരിക്കുകയില്ല. ഇവിടെ കള്ളപ്രവാചകന്മാരെ പറയുന്നത്. എഹെസ്കേലിന്റെ പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ കാണുന്നത്, കള്ളപ്രവാചകർ മുഖാന്തരം കള്ളപ്രവാചകന്മാരാൽ ജനം വലഞ്ഞ് വശീകരിക്കപ്പെട്ട് കള്ളപ്രവാചകന്മാർ മുഖാന്തരം ജീവിതം തന്നെ തകർന്ന്, കുടുംബങ്ങൾ തന്നെ തകർന്ന് പ്രവാചകന്റെ അടിമത്തത്തിലേക്ക് പോയി കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുക, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ മൂടുപടങ്ങളെ ഞാൻ പറിച്ചു കയറുമെന്ന്.
മൂടുപടങ്ങളെ പാലിച്ചു കയറണം. നമുക്ക് ഒരുപാട് മൂടുപടങ്ങളുണ്ട്. നിന്റെ പാരമ്പര്യം നിനക്കൊരു മൂടുപടമാണ്. നിന്റെ അഹങ്കാരം, നിന്റെ ഹുങ്കാരം, ഞാനെന്നുള്ള ഭാവമൊക്കെ അതൊക്കെ അല്ലെ മൂടുപടമാകട്ടോ. അല്ലേരിയ നിന്റെ ഹെലിയ ജാതിയുടെ നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നീ പണച്ചു കയറി കളയണമെന്ന്. ലേരിയ നിന്റെ നിനക്ക് തടസ്സമായി മൂടുപടം. ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ, ദൈവസഭയോട് അടുക്കുവാൻ കഴിയാതെ, പ്രാർത്ഥനയോട് എടുക്കാൻ കഴിയാതെ, ആരാധനയ്ക്ക് ഇരിക്കാൻ കഴിയാതെ നിന്നെ തകർത്തുകിടന്ന മൂട് പടത്തെ നീതിയണം. ആമി കീറിക്കളയണം, പാലിച്ചു കീറിക്കളയണം. വലിയ ഗാഠനിദ്രയെ നീ കീറിക്കളയണം. നിന്റെ ഗാഠനിദ്ര. ചിലക്ക് പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞെല്ലാം ഉറക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് ഉറക്കുക. ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സന്ധ്യാപ്രാർത്ഥനയും പ്രഭാതഭാഗം ഉറക്കത്തോട് ഉറക്കമാ. സഭയിൽ വന്നാൽ ഉറക്കമാ. ഏത് മീറ്റിങ്ങിന് പോയാലും ഉറക്കുക. നിന്റെ ഗാഠനിദ്രയെ നീ പാലിച്ചു കയറണം. അല്ലേരിയ. എന്നാൽ നിന്നോട് 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ദിവസം മുഴുവൻ നിന്നോട് ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞാൽ, മൊബൈലിന്റെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞാൽ നിനക്ക് ഒരു ഗാഠനിദ്രയും വരത്തില്ല. അന്ന് പ്രാർത്ഥിക്കാനിരിക്കും നിനക്ക് ഗാഠനിദ്രയാ. എന്തുകൊണ്ടാണ്? സാത്താൻ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ല. ടിവിയുടെ മുമ്പിലും സിനിമയുടെ മുമ്പിലും അങ്ങനെയുള്ള ചെട്ടിക വെറുപ്പത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ നിന്നെ സന്തോഷിപ്പിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഗാഠനിദ്ര, നിന്റെ ഗാഠനിദ്രയെ പറിച്ചു കീറിക്കളയണം. മാത്രമല്ല നിന്റെ ആഡംബര ജീവിതത്തെ നീ കീറിക്കളയണം. ആഡംബര ജീവിതത്തെ സുഖലോലവുമായി എന്തിന്റെ ആഡംബര ജീവിതം? ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച്, ഇവിടുത്തെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിന്റെ ആഡംബര ജീവിതത്തെ എന്താണ് നീ പറിച്ചു കീറിക്കളയണം. പ്രവാചകൻ എസ്കേൽ അതാ പറയുന്നത്. അല്ലേരിയ. നിന്റെ നിന്റെ ഗാഠനിദ്രയെ, ആഡംബര ജീവിതത്തെ, ജട്ടിക സുഖങ്ങളെ നീ വലിച്ചു കീറിക്കണം. മാത്രമല്ല ഗാഠനിദ്രയുടെ ആത്മാക്കളെയും, വ്യഭിചാരത്തിന്റെ ആത്മാവും കൊലപാതകത്തിന്റെ ആത്മാക്കളും വലിയ ചിതറിപ്പോകണം. ദേശം മുഴുവൻ അല്ലേരിയ അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടു. അല്ലേലിയ. ദേശം മുഴുവൻ മാലിന്യം കൊണ്ട് നിറയപ്പെട്ട് കഴിഞ്ഞു. മനുഷ്യൻ മുഴുവൻ പാപത്തിലാണ്. അല്ലേലിയ. ഈ ലോകത്തിന്റെ സുഖങ്ങളെല്ലാം മനുഷ്യൻ ആശ്രയിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്ത് അവർക്ക് നരകമുണ്ടെന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. അല്ലേലിയ. മതങ്ങളെല്ലാം പഠിപ്പിക്കും മനുഷ്യൻ മരിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ ചെല്ലും, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന ക്രിയ കൊണ്ട് മനുഷ്യൻ അങ്ങ് സ്വർഗത്തിലേക്ക് ചെല്ലും, പാപത്തിൽ പരിഹാരം നടക്കുമെന്നൊക്കെ മതങ്ങൾ പഠിപ്പിക്കുന്നത് പൊട്ടയമായ പഠിപ്പീരാണ്. അതൊരിക്കലും സംഭവിക്കത്തില്ല. മനുഷ്യൻ മരണത്തോട് മരിച്ചതിന് ശേഷമല്ല അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ പറിച്ചു കീറി കളയുമ്പോഴും പറിച്ചു കീറി കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരം വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവർക്ക് മാത്രമേ നിത്യതയിൽ, അല്ലെങ്കിൽ വിശുദ്ധന്മാരായി മരിച്ചു മൺമറഞ്ഞു പോയവർക്ക് മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ ഉയർപ്പം കിട്ടത്തുള്ളൂ. അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളീ പറിച്ചു കീറി കളയാനുള്ളതെല്ലാം പറിച്ചു കീറി കളയണം. ചിലർക്ക് ദിവ്യാഗ്രഹമാണ്, ചിലർക്ക് നുണയാ, ഏഷണിയാ, ചിലർക്ക് അപവാദം പറയുന്നതാ. അല്ലേലിയ. അങ്ങനെയുള്ളതിലേക്ക് നീ പറിച്ചു കീറി കളയണം. അല്ലേലിയ. നിന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടുന്ന സുഖം നീ കണ്ടെത്തരുത്. നിന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയുള്ള സുഖം നീ ജഡികമായി കണ്ടെത്തിയാൽ അത് പാപമാണ്. സഹോദര സഹോദരി, പാപം നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കാതിരിക്കത്തക്ക നിലയിൽ പാപത്തിന്റെ വശീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നീ പോകാതെ നിന്റെ ശരീരത്തെ തകർക്കുന്ന, ജീവിതത്തെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന പാപ സ്വഭാവങ്ങളെ നീ പറിച്ചു കീറിക്കളയണം. അല്ലേരിയ. നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? നിന്റെ മക്കളിൽ സമാധാനമുണ്ടോ? നീ നിന്റെ മക്കളുമായിട്ട് സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. മനുഷ്യന്റെ മുമ്പിലൂടെ ചിരിച്ചു കാണിച്ചിട്ട് മക്കളെ കുറിച്ച് നീ അപവാദം പറയുന്നില്ലേ? മരുമോളെ കുറിച്ച് നീ അപവാദം പറയുന്നില്ലേ? അമ്മായിയെ കുറിച്ച് നീ അപവാദം പറയുന്നില്ലേ? നിന്റെ അമ്മായിയപ്പനെ കുറിച്ച് അപവാദം, നിന്റെ സഹോദരനെ കുറിച്ച് നീ അപവാദം പറയുന്നില്ലേ? നീ നല്ല പിള്ള എന്ന് പറഞ്ഞുപോലെ നീ ചമഞ്ഞ് മറ്റുള്ള മുമ്പിൽ സ്തോത്രം ആഡംബര ജീവിതം നയിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നീ പറിച്ചു കീറിക്കളയണം. ദിവ്യാഗ്രഹത്തെ നീ പറിച്ചു കയറിക്കളയണം. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സമ്പത്തുകൾ മോഷ്ടിച്ചുകൊണ്ടുവരുന്ന അജടികമായ പാപത്തെ നീ പറിച്ചു കയറിക്കളയണം. അതിന്റെ മുതൽ നീ ആഗ്രഹിക്കരുത്. അത് പാപമാണ്. ശ്രോതാവി, സഹോദര സഹോദരി. അല്ലേലിയ. അതുകൊണ്ട് യശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ തീയിൽ വെള്ളം തിളയ്ക്കുന്നത്, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീയിൽ അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ നിന്റെ മുമ്പിൽ മലകൾ ഉരുകി പോകത്തക്കവണ്ണം ആകാശം കീറിയിറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം.
രക്തം ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് തൊടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് ആഭിചാരങ്ങളോ മന്ത്രവാദമോ ദുർസേവകളോ ദുർഭൂതങ്ങൾക്കോ പ്രവേശിപ്പാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തെ ദൈവം തീമതിരായി കാത്തു സൂക്ഷിക്കും. ദൈവം അവർക്ക് ഓട്ടയായിരിക്കും. ദൈവരെ വേലി കെട്ടി സൂക്ഷിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ ആഭിചാര മന്ത്രവാദ പൂർവ്വ സൂത്രങ്ങൾ ചെയ്യുന്നവരെ, ദുർഭൂത ബന്ധങ്ങളെ പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താന്യ ശക്തി, അങ്ങനെയുള്ള വ്യക്തികളുടെ കുടുംബം തകർന്ന് തരിപ്പണമായി മാറും. രക്തം ചെയ്യും. നമ്മൾ 100 അനുഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ, 100 തെളിവ് തരാം ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ നീ പാലിച്ചിരിക്കണം. മറ്റുള്ളവർക്ക് നീ ദോഷം ചെയ്യരുത്, മറ്റുള്ളവരെ നീ ഉപദ്രവിക്കരുത്, മറ്റുള്ളവരെ നന്മ കാണുമ്പോൾ നീ പിറുപിറുക്കരുത്, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കരുത്, നീ അപവാദിയാകരുത്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ആത്മഭാരത്തോടെ നിന്റെ മക്കൾ, നിന്റെ കുടുംബത്തിന്റെ, ദേശത്തിന്റെ, സമൂഹത്തിന്റെ, തലമുറയുടെ മാനസാന്തരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയാണ്, കർത്താവ് ആകാശം കീറി ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആകാശ മണ്ഡലത്തിലുള്ള ദുഷ്ടാത്മ സേനകൾ അലറി ഓടുന്നു. ഉണർവിന് വിരോധമായി നിൽക്കുന്ന എല്ലാ ഗാഠനിദ്രകളും അതിന്റെ ആത്മാക്കളും പതറിപ്പോകുന്നു. ആകാശം കീറി ഇറങ്ങി ദൈവം വരുമ്പോൾ വിശ്വാസികൾ അഗ്നി അഭിഷേകത്താൽ നിറയപ്പെടും. നമ്മുടെ കർത്താവ് ആകാശം കീറി ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും? ദൈവജനം അഗ്നിയുടെ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടാൻ തുടങ്ങും. ശുശ്രൂഷകന്മാർ അഗ്നിജ്വാലയെ പോലെ മാറുമെന്ന് എബ്രായ ലേഖനം 3:7 കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതാണ് സ്വതം. ആകാശം കീറി ഇറങ്ങി പരിശുദ്ധന്മാവ് മാളികമുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശുശ്രൂഷകർ അഗ്നിജാലയെ പോലെയായി മാറി. പത്രോസ് ആദിയായി വരലിയ ഒരു അഗ്നിജാലയെ പോലെ അവർ അങ്ങോട്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. മനുഷ്യന് പാപബോധം വരാൻ തുടങ്ങി. അകൃത്യങ്ങളെക്കുറിച്ച്, ശാപങ്ങളെക്കുറിച്ച് മനുഷ്യ ബോധ്യം വന്നു. അവന്റെ നിലപാട് അവൻ മനസ്സിലാക്കി. അവൻ അതിനെല്ലാം പറിച്ചു കീറിക്കളഞ്ഞു. അവന്റെ ഹൃദയത്തെ കീറി, അവന്റെ മൂടുപടം നീക്കി അവൻ ഓടി ദൈവത്തിന്റെ അരികിലേക്ക് വന്നു. മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങള് ആകാശം കീറി ഇറങ്ങി കർത്താവ് നിങ്ങളുടെ എനിക്ക് വന്ന് നിങ്ങളുടെ അഗ്നിജാലയായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ മടങ്ങി വാ. ഹല്ലേലൂയ. സ്തോത്രം. 1948 ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി ദൈവം വേർതിരിച്ചെങ്കിൽ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ദൈവമക്കൾക്ക് വേണ്ടി ചിലത് സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ നാടുകളിൽ വെളിപ്പെടുന്ന നാടുകളാണ്. ഹല്ലേലൂയ. എന്ന് ഈ കഷ്ടത നിലനിൽക്കത്തില്ല, എന്ന് ഈ സങ്കടം നിലനിൽക്കത്തില്ല, എന്ന് ഈ ദുഃഖം നിലനിൽക്കത്തില്ല, എന്നും നിന്റെ ജീവിതം പ്രവാസമായിരിക്കത്തില്ല. കരഞ്ഞ് കണ്ണുമായി ഈ രാത്രിയുടെ യാമങ്ങളിൽ കിടക്കിയ കണ്ണുനീർക്കൂട്ട് നനയ്ക്കുന്ന ശ്രോതാവി സഹോദര സഹോദരി, ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, വേദനകൾ, നീ കടന്നുപോകുന്ന സങ്കടകരമായ അനുഭവങ്ങളെ ദൈവം നീക്കുവാൻ ആഗ്രഹിക്കുക. നിന്നെ നിന്റെ കുടുംബത്തിൽ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. മരണത്തിന്റെ മുമ്പിലിരിക്കുന്ന, മരിച്ചാൽ മതി ആത്മഹത്യ ചെയ്ത, ആത്മഹത്യ വീട് ഒരുങ്ങിയിരിക്കുന്ന ചില ജീവിതങ്ങളോട് പറയട്ടെ, തകർന്നുപോയ കുടുംബങ്ങളോട് പറയട്ടെ, ദൈവം നിനക്ക് വീട്ടിൽ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം, ഒറ്റ വ്യവസ്ഥ, യെശയ്യാവിനെ പോലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ആരോട്? കർത്താവായ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. ജീവനുള്ള ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. കർത്താവ് ആകാശം കീറി ഇറങ്ങി വന്ന് എന്നെ ഒരു അഗ്നിജാലയെ പോലെ ആക്കണം നീ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന്, നിന്റെ ജീവിതത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ മാറും. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനം യെശയ്യാ പുസ്തകം 64:1-2 ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാം. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ആത്മഭാരത്തിന്റെ പ്രാർത്ഥന. മിസ്രയീമിൽ പുറപ്പെടുവിച്ചുകൊണ്ടുവന്ന ജനത്തെ പോലെ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ കർത്താവ് നീ വിടുവിക്കുകയില്ലയോ എന്ന് ജനം കേഴുമ്പോൾ, പ്രവാചകൻ കേഴുമ്പോൾ, ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പാപത്തിന്റെ ചങ്ങലിൽ, പാപത്തിന്റെ അടിമത്തിൽ, ശാപത്തിൽ നിന്റെ കുടുംബങ്ങൾ മഹാവ്യാപ്തിയാൽ, കടക്കണിയാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, രണ്ടറ്റം തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ കഴിയാതെ നീ ഭാരപ്പെടുകയാണോ? നീ ദൈവത്തിന് പ്രാർത്ഥിക്ക്.
ദൈവം ചിലത് നിന്റെ കുടുംബത്തിൽ ചെയ്യും. നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 4 ജില്ലകൾ 3.25 കോടി ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ ഇതൊക്കെയാമേ ഭാരതത്തിന്റെ 29 സംസ്ഥാനങ്ങൾക്കായി 7.6 ഗ്രാമങ്ങളിൽ 145 കോടി ജനത്തിനായി 7 ഭൂഖണ്ഡങ്ങളെ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, രാജ്യങ്ങളായി 800 കോടിയിലധികം ജനങ്ങൾക്കായി നമ്മുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയെ സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ജാതി മതങ്ങൾ വർണ്ണ വ്യത്യാസം കൂടിയിട്ട് കൊട്ടാരം വരെ പാർക്കുന്ന സകല ജനത്തെ മേൽ ശൈശവത്തിലും ബാല്യം കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാനുമൃത്തിലും യാച ഓർഫന ചോട്ടലിയോ തടവറയിലായിരിക്കുന്ന സകല ജനത്തെ മദ്യത്തിനും മയക്കുവിനും ലഹരി അടിപ്പെട്ട് കിടക്കുന്ന ചെട്ടി വ്യഭിചാര പാപ സ്വഭാവങ്ങൾക്കകത്ത് വീണ് കിടക്കുന്ന അക്രമത്തിനും കൊലപാതകത്തിനും തീവ്രവാദത്തിനും ഭീകരവർഗീയത്തിൽ അകപ്പെട്ട് കിടക്കുന്ന മതസാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങളിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർക്കായി എല്ലാ മത നേതാക്കൾ, എല്ലാ ഭരണോദ്ദേശ പാർട്ടികളെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, കടലോരവാസികളെ, തീരദേശങ്ങളായിരിക്കുന്നവർ, മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവരുടെ കല്ലിനോടും മണ്ണോടും പാടത്തും പറമ്പിലും തടിയോടും മല്ലടിച്ച് ചോര വീർപ്പാക്കി അധ്വാനിക്കുന്നവർക്ക് ദൈവം നാലസാനം കരയിലും കടലും ആകാശമാർഗം വാഹനോടി വാഹനം സയൻസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലുതും ചെറുതുമായ എല്ലാ വ്യാപാരി വ്യവസായ, എല്ലാ വഴിയോര കച്ചവടക്കാരെ, എല്ലാ കാർഷിക ക്ഷീരമേഖലയായിരിക്കും ജനത്തിനായി കനികളിലെ കമ്പ്യൂട്ടർ ഫാക്ടറി ജോലി ചെയ്യുന്നവർ, കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ശാപവേദനകൾ പെട്ടുകിടക്കുന്ന അനുഭൂതി കുടുംബങ്ങൾ, മദ്യത്തിനും മയക്കും ലഹരി അടിപ്പെട്ട് കിടക്കുന്നവർക്ക് എല്ലാവരും മാനസാന്തരം കൊടുക്കണമേ. മദ്യരൂപികളെ, മയക്കുമരുന്ന് രൂപികളെ, പാൻമസാല വിൽപ്പന അത് ചെയ്യുന്ന തലമുറയെ നശിപ്പിക്കുന്ന എല്ലാ ചെടിയന്മാരെ ദൈവം സന്ദർശിക്കണം. ദേശത്ത് പുരമാതകൾ മാറിപ്പോകട്ടെ, അസഭ്യം മാറിപ്പോകട്ടെ, വ്യഭിചാരം മാറിപ്പോകട്ടെ, അശുദ്ധിയുടെ ദുഷ്കാമത്തിന്റെ വെറുപ്പത്തിന്റെ ആത്മാവ് മാറി കുടുംബങ്ങൾ സ്വസ്ഥമായി മാറുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ ജനത്തെ വിടിവിക്കണമേ. കർത്താവ്, കഷ്ടതയിൽ കിടക്കുന്ന അനുഭവത്തിൽ ആളുകളുടെ മരണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന മരിച്ചാമതി എന്ന് പറയുന്ന അനുഭവത്തി ആളുകൾ ഇന്ന് പോലെ കർത്താവർക്കൊരു മാനസാന്തരം കൊടുക്കണമേ. ദൈവത്തിന്റെ ആത്മാവുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് തീയിൽ ചുള്ളി അല്ലെ കത്തുന്നത് പോലെ, തീയിൽ വെള്ളം തിളയ്ക്കുന്ന പോലെ ഈ ദിവസങ്ങൾ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ജനത്തിന്റെ പകരനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ, ദൈവദാസന്മാർക്കായി കേരളത്തിൽ ഘർഷം സഹിക്കുന്ന ചേരികളെടുക്കുന്ന ദൈവദാസന്മാർക്ക് മോചനം കൊടുക്കണമേ. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉപദ്രവിക്കപ്പെടുന്നതോറും ദൈവം ഇതിന്റെ ജനത്തെ ഒന്ന് വളർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മനുഷ്യന്മാരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാ ക്രൈസ്തവ സമൂഹത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. മാനസാന്തരത്തോടെ യശയ്യാവിനെ പോലെ മടങ്ങി വന്ന് പ്രാർത്ഥിപ്പാൻ ജനത്തെ ഹൃദയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സകല ആശുദ്ധിയും ബാധിച്ചു മൂടുപടം നീക്കി ജനമാനസാന്തരം മടങ്ങി വരും പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.